പാട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. തട്ടാനും മുട്ടാനും ഇനി ഞങ്ങളുടെ അടുത്ത് വരണ്ട. ക്യാരക്ടേഴ്സിന് വേണ്ടി മാത്രമല്ല ഇറ്റ്സ് ഫോർ എവറി വുമൺ. മെന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീക്കല്ല, ഞങ്ങളും എന്താ ആണുങ്ങളുടെ അത്ര ശക്തി. ഇനി വർക്ക് ചെയ്യാനുള്ളത് ഡോണ്ട് ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കേ, ദുൽഖറിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്. പടത്തിലെ വില്ലത്തി ശരിക്കും ഞാനായിരുന്നു. Another title that we have is first Indian band to perform Hawa Nagila for international peace and Israel. ചേച്ചിക്ക് പേഴ്സണലായിട്ട് ഇസ്രായേലിലേക്ക് ഇൻവിറ്റേഷനൊക്കെ കിട്ടി, വരൂ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അയച്ചിട്ടുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ. എങ്ങനെയാണ് ഈ ഒരു അമൃത ഒരു സിംഗറാണ്, അതറിയാം. അനിയത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഒരു സിംഗർ, പിന്നെ ഒരു മ്യൂസിക് ഡയറക്ഷൻ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അനിയത്തിനെ കുറിച്ച് പറയാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആക്ട്രസ് ആയിട്ടായിരിക്കും കൂടുതൽ പരിചയം ഉണ്ടാവുക. അന്ന് കുറച്ചുകൂടി തടിയൊക്കെ കുറവായിരുന്നു, അതുകൊണ്ടാണ് മേ ബി റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. ഇൻ തമിഴ് ഐ ഡിഡ് സേ 3 movies as heroine. മലയാളത്തിൽ അവസാനം ചെയ്ത സിനിമ 100 Days of Love ആയിരുന്നു, ദുൽഖറിന്റെ എക്സ് ഗേൾ ഫ്രണ്ട്. പടത്തിലെ വില്ലത്തി ശരിക്കും ഞാനായിരുന്നു. ആൻഡ് ദെൻ അതിന് മുമ്പ് മലയാളത്തിൽ ചെയ്ത സിനിമ ബീവെയർ ഓഫ് ഡോഗ്സ്, പിന്നെ കേരളോത്സവം, ഗുലുമല, അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ തകർത്തോണ്ടിരിക്കുന്നത് അമൃതം കമ്മയിലൂടെയാണ്, വിച്ച് ഇസ് ആ ബാൻഡ്. ഫസ്റ്റ് സിസ്റ്റേഴ്സ് ഡുവോ ബാൻഡ് ഫ്രം കേരള എന്നുള്ളൊരു ടൈറ്റില് ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങളത് ആദ്യമായിട്ടാണ് ക്രോസ് റോഡ് എന്ന് പറഞ്ഞ മൂവിയിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് പാടിയിട്ടുള്ളതും, ഞങ്ങൾ രണ്ടുപേരാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. കമ്പോസിങ് പാട്ടിൽ കുറച്ചും കൂടെ എന്നേക്കാൾ കൂടുതൽ കൈയുള്ളത് പുള്ളിക്കാരത്തിക്കാണ്. വീരാങ്കന എന്നാണ് പാട്ടിന്റെ പേര്. ആരടാ വീര പോരിന് വാടാ, പൈങ്കിളിയല്ല പെൺകിളിയാണേ, ആരട വീര പോരിന് വാടാ, പൈങ്കിളിയല്ല പെൺകിളിയാണ്, തന്ദിനം തന്ദിനം തന്ദിനാനോ, തന്ദിനം തന്ദിനം തന്ദിനാനോ, തന്ദിനം തന്ദിനം തന്ദിനാനോ, തന്ദിനം തന്ദിനം തന്ദിനാനോ. ആരടാ വീര പോരിന് വാടാ, പൈങ്കിളിയല്ല പെൺകിളിയാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഒരു റോക്ക് ഫീല് വരാനും ഒക്കെയും ലീഡായിട്ട് നിൽക്കുന്നത് നല്ല ഡിസ്റ്റോർട്ടഡ് ഗിറ്റാറിൻ്റെ ടോണാണ്. നല്ല ക്ലീൻ ഗിറ്റാർസും യൂസ് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റോർട്ടഡ് ടോണും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി യൂസ് ചെണ്ടയും ഉടുക്കും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എല്ലാം വർക്ക് ചെയ്തുള്ള മിക്സിംഗ് മാസ്റ്ററിങ് ആണെങ്കിലും പ്രോഗ്രാമിംഗ് അറേഞ്ച്മെന്റ്സും ഒക്കെ നല്ല സീനിയർ ആയിട്ടുള്ള ആളുകളാണ്. വി ഗോട്ട് എ വെരി ഗുഡ് ടീം ടു വർക്ക് വിത്ത്. മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ ഗുരുതുല്യരായിട്ട് കാണുന്നവരാണ്. MJ സാറും ജയേന്ദ്രൻ സാറും ബിജി ചേട്ടനും എല്ലാവരും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരും കൂടെ ആഡ് ആവാൻ പോണെന്ന് ഇറ്റ്സ് ലൈക്ക് ഡ്രീം കം ട്രൂ. Another title that we have is first Indian band to perform Hawa Nagila for international peace and Israel. അങ്ങനെ ഒരു ടൈറ്റിൽ ഞങ്ങൾക്കുണ്ട്. ഈ ക്രോസ് ഒരു 8 million views in Facebook. Then I think it must have. It was like ഒരു നമ്മൾ ആദ്യമായിട്ട് അമൃതം കമ്മയ്ക്ക് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടി. നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ. ചേച്ചിക്ക് പേഴ്സണലായിട്ട് ഇസ്രായേലിലേക്ക് ഇൻവിറ്റേഷനൊക്കെ കിട്ടി, വരൂ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ചെറുമണി ചോറുണ്ട്. So, how was your experience?
ഈ മൂവിയിലെ ഈ ആന്തോളജി പ്രോജക്റ്റിലെ ഒരു മൂവിയുടെ പ്രൊഡ്യൂസറായ പാർത്ഥൻ മോഹൻ, മുദ്രയുടെ പ്രൊഡ്യൂസറായ പാർത്ഥൻ മോഹൻ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ, ഈസ് എ ബ്രദർ ലൈക്ക് ടു മീ. അപ്പം ഒരു ദിവസം വളരെ റാൻഡം ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പടത്തിലൊരു പാട്ടിന് ഇതുണ്ട് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ചെയ്യാലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ലിറിക്സ് എന്നിട്ട് ഒരു നിങ്ങൾക്ക് ലാവിഷായിട്ട് സമയം എടുത്തിട്ട് 4 ദിവസത്തിൽ പാട്ട് എന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. എത്ര വേണമെങ്കിലും പക്ഷെ 4 ദിവസത്തിൽ തന്നെ എന്ന് പറഞ്ഞു. ഇതൊരു ഫോക്ക് റോക്ക് ആണ് ആക്ച്വലി. ഒരു ബാൻഡ് സൗണ്ടിങ്ങിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളി ഒരു ഇറ്റ്സ് അബൌട്ട് ദ സെലിബ്രേഷൻ ഓഫ് വുമൻഹുഡ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ, അതായത് ഒരു ഫോക്ക് സോങ്ങിന്റെ ഒരു അതിന്റെ ഒരു തനിമയും വേണം, എന്നിരുന്നാൽ തന്നെയും അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സ്ത്രീകള് പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് ലിറിക്സ്. അവീര റബീക സാറാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ലിറിക്സ് വരുന്നത് തട്ടാനും മുട്ടാനും ഇനി ഞങ്ങളുടെ അടുത്ത് വരണ്ട, ആരുടെ വീര പോരിന് വരാനായിട്ട്. ആലായാൽ തറ വേണം, ഇൻസ്പിറേഷൻ കോപ്പി അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ഇത് ഒരുപാട് ഡയറക്ടേഴ്സിന് ഇത് സംഭവിക്കുന്നുണ്ട്. വാട്ട് യു തിങ്ക്, ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണോ അതോ അത് റിയലി കോപ്പി? ഇറ്റ് കുഡ് ഐദർ ബി നാച്ചുറൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ദർ ആർ പല പാട്ടുകളും ഇറ്റ്സ് എ മ്യൂസിക്, ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ദി ഒറിജിനൽ സോങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ചിലപ്പോൾ വന്നു പോകുന്നു. ഇപ്പം ആരും എന്താ കോപ്പി അടിക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ കോപ്പി അടിക്കലൊന്നും അല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ചില പാട്ടുകൾ പാടി വരുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ ഒരു നമ്മുടെ മനസ്സിലിപ്പോൾ കടന്നു പോയിട്ടുള്ള പാട്ടിലായിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. വി റിയലി ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം എനിവൺ, ബിക്കോസ് എല്ലാവരും അല്ല ഇപ്പം അങ്ങനെ ഇപ്പം വേറൊരു പാട്ടെടുത്ത് അത് ട്രിബ്യൂട്ട് പോലെ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. അങ്ങനെയാണ് കോപ്പിയടിന് എന്ത് പറയണം എന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ പാട്ടിന് എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു റിസംബ്ലൻസസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രം. അല്ല, പക്ഷെ കേട്ടിട്ടുള്ള ആരും അങ്ങനെ പറഞ്ഞില്ല. ലെറ്റ്സ് സീ. ബാക്കി ഇനി പാട്ട് പുറത്ത് വരുമ്പോ നിങ്ങളെല്ലാവരും പറയണം എന്താണെന്ന് അതിന്റെ അവസ്ഥ. ലിറിക്സ് ആണ് ആക്ച്വലി. സ്ത്രീകളെ എപ്പോഴും ഇങ്ങനെ എന്താ ഒരു വീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് പലപ്പോഴും പറയുന്ന ഒരു ഇതാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ഞങ്ങള് വി ആർ ഫൈറ്റേഴ്സ്, ഞങ്ങളുടെ വിമൻ ആർ സൂപ്പർ ഹീറോസ്. തട്ടാനൊന്നും വരണ്ട, തട്ടണ്ട മുട്ടണ്ട, ചെല്ലച്ചക്ക, പിന്നെ ഞങ്ങള് പൈങ്കിളിയല്ല, ചെണ്ടയല്ല, ഞങ്ങള് ഉടുക്കൊന്നും അല്ല, തട്ടാനും മുട്ടാനും വരണ്ട, പൈങ്കിളിയല്ല, ഇപ്പോ വി ആർ പെൺകിളികൾ. അപ്പൊ അങ്ങനത്തെ വളരെ ആരടാ വീര പ്ലീസ് നീ വീരനായിരിക്കും പക്ഷെ എന്നാലും വന്നോളൂ, പോരിന് വന്നോളൂ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. സ്ട്രോങ് ലിറിക്സ് ആണ് അവീര റബീക സാറാണ് ചെയ്തിട്ടുള്ളത്. സോങ് കേട്ടിട്ട് ഇതിൽ ഒരുപാട് സ്റ്റാർസ് അഭിനയിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ഫീഡ്ബാക്ക് കിട്ടിയാണ്? മമത പറഞ്ഞു, പിന്നെ വിജയ് ബാബു ചേട്ടൻ പറഞ്ഞു, പിന്നെ ഫുൾ ടീം ടോൾഡ് us ലൈക്ക് പൊളിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും ശരിക്കും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡയറക്ടോറിയൽ ആ ഒരു സൈഡിലുള്ളവരായിട്ടാണ്. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോ കണ്ട ആക്ടേഴ്സ് ഒക്കെ വെരി ഗുഡ് അബൌട്ട്. ബാക്കി കാണുന്നവരൊക്കെ ഓഡിയൻസ് എല്ലാവരും പറയട്ടെ. ബീങ് എ ഫീമെയിൽ ബാൻഡ്, ഫീമെയിൽ പീപ്പിൾ, നമ്മള് ഫീമെയിൽ ഫീമെയിൽസിനോ ഞങ്ങൾക്ക് നമ്മുടെ കാര്യം തന്നെ പറയാൻ കിട്ടിയ ഒരു വി ഗോട്ട് എ സ്പേസ് ടു എക്സ്പ്രസ് ourselves. സെൽഫ് എക്സ്പ്രഷൻ ആണ് ഈ പാട്ടെന്ന് പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം ലൈക്ക് ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാണ്ട് അങ്ങനെ ഒരു സൗണ്ടിങ് കൊടുക്കണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വി നെവർ വാണ്ട് ടു ഗീവ് ഇറ്റ് എ സോഫ്റ്റ് ഒരു ടച്ച് കൊടുക്കരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് കംപ്ലീറ്റ് അടിപൊളി, ലൈക്ക് ഹൗ എ മാൻ സിംഗ് എ സോങ് അബൌട്ട് ഹിം, അങ്ങനെ കൊടുക്കണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അതിന് കുറച്ചൊക്കെ ജസ്റ്റിസ് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു 50% ജസ്റ്റിസ് ഞങ്ങൾ ഏതായാലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ബാക്കി 50% എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് യു ഹാവ് ടു ടെൽ. എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ബിക്കോസ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വെഞ്ചർ ആണ്. പക്ഷെ ക്ഷമിക്കുകയും ചെയ്യണം, അടുത്ത ചാൻസും തരണം, ക്ഷമിച്ച് തെറ്റ് തിരുത്താനുള്ള ചാൻസും തരണം. സോ നെക്സ്റ്റ് പ്രോജക്ട് വിൽ ബി റിയലി ഞങ്ങളുടെ മാക്സിമം ആയിരിക്കും. ഇതും ഞങ്ങളുടെ എന്താ പറയുക ലിമിറ്റഡ് ടൈമിലുള്ള മാക്സിമം എഫേർട്ട് ഊണുറക്കൊന്നും ഇല്ലാണ്ട് ചെയ്തെടുത്തതാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഷുഡ് കം ഔട്ട് ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.